ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് AWSൻ്റെ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് അസോസിയേറ്റ് എക്സാമിൽ നോർമലി ചോദിക്കാറുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി യൂസ്ഡ് ആമസോൺ EC2 spot instances for a demonstration that is now complete. A solution architect must remove the spot instance to stop them from incurring cost. What should the solutions architect do to meet the requirement എന്നുള്ളതാണ്. അതായത് സ്പോട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഡെമോ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ ആർക്കിടെക്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഇതൊക്കെയാണ്. ക്യാൻസൽ ദ സ്പോട്ട് റിക്വസ്റ്റ് ഓൺലി, terminate the spot instances only, cancel the spot request and terminate the spot instances, and terminate the spot instances and cancel the spot request. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് ഇൻസ്റ്റൻസിൻ്റെ കേസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയാണ്, അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ആൻസർ ആയിരിക്കണം വേണ്ടത്. ഓക്കെ, ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് പോലെയല്ല, സ്പോട്ട് ഇൻസ്റ്റൻസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ ആൻസർ ചൂസ് ചെയ്യേണ്ടത്. അത് കൂടാതെ ഇതിൻ്റെ അകത്തൊരു ട്രാപ്പും കൂടിയുണ്ട്. നോർമലി AWSൻ്റെ എക്സാമുകളിൽ ഉണ്ടാവുന്ന ഒരു ട്രാപ്പും കൂടി ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറുകളെല്ലാം ചേഞ്ച് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായിട്ടിരിക്കുക, അങ്ങനെയുള്ള ഓപ്ഷനുകൾ തമ്മിൽ അങ്ങനെയുള്ള മൈന്യൂട്ട് ഡിഫറൻസുകളെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ചൂസ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ട്രാപ്പ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കാം. എന്നിട്ട് എല്ലാ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതൊന്ന് ചൂസ് ചെയ്ത് നോക്കാം. അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതിൻ്റെ ആൻസർ പറയും. പക്ഷേ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ക്യാൻസൽ ദ സ്പോട്ട് റിക്വസ്റ്റ് ദെൻ ടെർമിനേറ്റ് ദ സ്പോട്ട് ഇൻസ്റ്റൻസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്പോട്ട് ഇൻസ്റ്റൻസ് കേസിൽ നമ്മൾ സ്പോട്ട് റിക്വസ്റ്റും അത് കഴിഞ്ഞിട്ട് AWS അവൈലബിലിറ്റി പോലെയാണ് സ്പോട്ട് ഇൻസ്റ്റൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ സ്പോട്ട് ഇൻസ്റ്റൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോട്ട് റിക്വസ്റ്റ് മാത്രം എന്തായാലും നമ്മൾ ക്യാൻസൽ ചെയ്താൽ പോരാ. ആ സ്പോട്ട് റിക്വസ്റ്റ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റൻസസും നമുക്ക് ചെയ്താൽ പോരാ, നമ്മൾ രണ്ടും ചെയ്യണം. പക്ഷേ അതായത് സ്പോട്ട് റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യും വേണം, ഇൻസ്റ്റൻസസ് ടെർമിനേറ്റ് ചെയ്യും വേണം. പക്ഷേ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൻ്റെ അകത്തിരിക്കുന്ന ഒരു ട്രാപ്പാണ് ഇത് രണ്ടും. ഇതിനകത്ത് രണ്ടിൻ്റെ അകത്തും ടെർമിനേറ്റ് ദ സ്പോട്ട് ഇൻസ്റ്റൻസും ക്യാൻസൽ ദ സ്പോട്ട് റിക്വസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇവിടെ ഒരു ഓർഡറുകൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് C ആയിരിക്കണം. കാരണം ആദ്യം നമ്മൾ സ്പോട്ട് റിക്വസ്റ്റ് പോയിട്ട് ക്യാൻസൽ ചെയ്യണം, എന്നിട്ടേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. D വെച്ചിട്ട് നമ്മൾ ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പോട്ട് ഇൻസ്റ്റൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോട്ട് റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നതിനിടയിൽ ഈ സ്പോട്ട് റിക്വസ്റ്റ് ആക്റ്റീവ് ആയത് കാരണം അത് വെച്ചിട്ട് AWS വീണ്ടും സ്പോട്ട് ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്പോട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ സ്പോട്ട് റിക്വസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്താൽ കൂടി ആ ക്രിയേറ്റ് ചെയ്ത സ്പോട്ട് ഇൻസ്റ്റൻസ് അവിടെ കിടക്കും. അത് ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യാതിരിക്കും. അത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് D എന്ന് പറയുന്നത് രണ്ടും ഒരേ കാര്യമാണെങ്കിൽ കൂടി D കറക്റ്റ് ആൻസർ അല്ലാതിരിക്കുകയും C എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആവുകയും ചെയ്യുന്നത്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.